Hello guys, again welcome back to Tech Talk Malayalam. ഇന്ന് ഞാൻ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള സംഭവം പറഞ്ഞിട്ട് വന്നത്. അതായത് ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ കേട്ടാണ്, നിങ്ങൾ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ഒരു വിഷയം കേട്ട് കാണും. ഞാനും അത് കേൾക്കാൻ ഇടയായി. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു പയ്യനാണ് ഇതിനെപ്പറ്റി മോശമായിട്ടൊരു വീഡിയോ ഇട്ടു. പുള്ളി വന്നിട്ട് മൈൻഡ് ചെയ്തില്ല, പുള്ളി വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയെന്നൊക്കെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഞാനത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പയ്യനല്ലേ, അപ്പോൾ നമ്മൾ സത്യത്തിൽ അത് വിശ്വസിച്ച് പോയി. കാരണം ഒരു പയ്യനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, മോശമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അൺബോക്സിംഗ് ഡ്യൂഡിനെ നമുക്കും ഇതായിട്ട് തോന്നിപ്പോയി. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ പുള്ളി ഇന്നലെ ഇട്ട വീഡിയോയിൽ പുള്ളി പറഞ്ഞു സത്യാവസ്ഥ. ഞാൻ അങ്ങനെ പുള്ളിയെ കണ്ടിട്ട് കൂടി, ഇങ്ങനൊരു പയ്യൻ വന്ന് അറിഞ്ഞിട്ട് കൂടി ഇടുന്നു. അപ്പം മനസ്സിലായി. എനിക്ക് ആദ്യമേ ഡൗട്ടില്ലായിരുന്നു. ഒരു പയ്യൻ പറയുമ്പോൾ വിശ്വസിക്കാവുന്നൊരു, ചിലപ്പം പുള്ളി എഡിറ്റിങ്ങിൻ്റെ ആ ഒരു മൈൻഡ് ഇതായിരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അൺബോക്സിങ്ങിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇവൻ ഇങ്ങനെ യൂട്യൂബിൽ വ്യൂസ് കിട്ടാനായിട്ട്, ഇപ്പം ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഇന്നൊന്ന് സെർച്ച് ചെയ്തു അൺബോക്സിങ്ങിനോട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴത്തേന് കുറേ പേര്, ഒരു 3-4 പേര് നെഗറ്റീവായിട്ട് പുള്ളിയെ പറ്റിയിട്ടേക്കുന്നു. പുള്ളി എന്ത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാവോ. അപ്പം എനിക്ക് തോന്നി പുള്ളിക്ക് സപ്പോർട്ടായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന്. പുള്ളിക്ക് സപ്പോർട്ടായിട്ട്, കാരണം എനിക്ക് പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിയുടെ എല്ലാ വീഡിയോയും ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ 2 കോമ്പിനേഷൻ വീഡിയോ, ചേട്ടൻ്റെയും അനിയത്തിയുടെ ആ ഒരു കോമ്പിനേഷൻ വീഡിയോസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കിത് പറയണം തോന്നി. കാരണം പുള്ളി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരാളിങ്ങോട്ട് തല്ലിയാൽ പോലും തിരിച്ച് തല്ലത്തില്ല എന്നൊരു ചുമ്മാ തമാശക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ സോഫ്റ്റാണ് പുള്ളി. അപ്പം അങ്ങനെ പറയാനുള്ള ഒരു രീതിയില്ലെന്ന് ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ, നല്ല ശുദ്ധ മനസ്സുള്ള മനുഷ്യൻ, എനിക്ക് അന്നേ മനസ്സിലായി. പിന്നെ ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ പറഞ്ഞപ്പം ആരായാലും വിശ്വസിച്ചു പോയി, അതുപോലെ ഞാനും വിശ്വസിച്ചു പോയി. അപ്പോൾ പിറ്റേ ദിവസം പുള്ളി കേസ് കൊടുത്തില്ല. അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്ത് എന്തിനാ കേസ് കൊടുത്തത്. പുള്ളി പറഞ്ഞ കേസൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു അന്വേഷണം നടത്തണം, ഇത് എന്താ ഇങ്ങനെ ചെയ്ത്, എന്നെപ്പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യം എന്തിനാ പറഞ്ഞെന്ന് അന്വേഷിക്കണം പറഞ്ഞ് കൊടുത്തു. അപ്പം പലരും അത് കണ്ടു കാണും. അപ്പോൾ എനിക്ക് പുള്ളിക്ക് സപ്പോർട്ടായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ചെയ്തത്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിനെ പുള്ളി പ്രത്യേകം പറഞ്ഞു, അവരുടെ ആ ഒരു വില്ലയിലെ കോമ്പൗണ്ടിലോട്ട് അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല, ജസ്റ്റ് സെക്യൂരിറ്റിയോട് അല്ലെങ്കിൽ റിലേറ്റീവ് ആണ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇവരൊന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ കയറ്റാൻ പറ്റും. പിന്നെ ഈ പിള്ളേർ എങ്ങനെ എടുത്ത് കയറി എന്ന് അറിയാൻ വയ്യ. പിന്നെ അവർ ആ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്, ചിലപ്പം കുറേ വീഡിയോസൊക്കെ ആ ബൈക്കിൻ്റെ ഇതിൻ്റെ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ കിട്ടി, ചിലപ്പം പുള്ളിയുടെ വീഡിയോ ഒന്നും തന്നെ എടുത്താണെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഡൗട്ടുണ്ട്. എനിക്ക് സംശയം ഇതെങ്ങനെയാണ് പുള്ളി വീഡിയോ, അല്ലെ അവർക്ക് ജസ്റ്റ് ഈ പയ്യൻ ഒരു സെൽഫി വീഡിയോ എടുത്തൊന്നും കാണിക്കാറുന്നില്ല, അവിടെ എത്തിയെന്നുള്ള കൺസിഡറേഷൻ അതും അവൻ കാണിക്കുന്നില്ല. അപ്പം സത്യത്തിൽ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചില്ല, അതാണ് മെയിൻ കാര്യം. അവനൊരു സെൽഫി വീഡിയോ എടുത്താൽ ഇതാണ് നമ്മൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞൊരു സെൽഫി വീഡിയോ അവൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നില്ല. അപ്പം പയ്യനാണ്, ഓക്കെ, ചിലപ്പം അവൻ എത്താൻ ട്രൈ ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ലായിരിക്കും, ചിലപ്പം ആ വീഡിയോ എടുക്കണേ, ചിലപ്പോൾ ഇവരുടെ വീടിൻ്റെ അകത്തുനിന്ന് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ തന്നെ ആ വീഡിയോ കിട്ടിയതായിരിക്കും, ഒന്നും അറിയാൻ വയ്യ. എന്തായാലും അവൻ ആ ഒരു പയ്യൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ തരണമെന്ന് തന്നെയാണ് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഒരു വ്യക്തത തരണം, അല്ലെ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണം. കാരണം ഇപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഈ ബ്രോയെ, അല്ലെ കുഞ്ഞു പയ്യനാണെങ്കിൽ ബ്രോയാളും അത് തെറ്റായ സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദീകരണം തരണം. എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, വന്നപ്പം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ചെയ്താണെന്നൊരു റിപ്ലൈ ഈ വീഡിയോ കാണുന്നവരെങ്കിലും, അല്ലെങ്കിൽ ആ ബ്രോ ഈ വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ തരണം പ്രതീക്ഷിക്കുന്നു. ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാം സോൾവ് ആക്കി കിട്ടും. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഈ അൺബോക്സിംഗ് കൂടി പറഞ്ഞ ഈ ഒരു വീഡിയോയിലായിട്ട് പറഞ്ഞെങ്കിൽ ചിലപ്പം കള്ളം പറഞ്ഞാൽ തോന്നിക്കാണും. പക്ഷേ അതൊക്കെ മാറണമെങ്കിൽ ബ്രോ ഈ ചെയ്ത ആൾ തന്നെ ഒന്നും എന്തായാലും തെറ്റ് ചെയ്താൽ അത് തിരുത്തുന്നതിൽ ഒരു തെറ്റും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ എന്നും അൺബോക്സിങ്ങിനോട് കട്ട സപ്പോർട്ടായിട്ട് കാണും. അപ്പം നിങ്ങൾ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ കൂടുതൽ ടെക്നോളജി വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.